ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നു ഗൈസ്. എല്ലാവർക്കും നിശ്ചല ചുവട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എന്നും പറയാൻ മറക്കണം ഈ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാകും എവിടെയാണെന്ന് ഗൈസ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ എവിടെയാണ്. നമ്മൾ 4 വർഷത്തിന് ശേഷം കംബാക്ക് കോയമ്പത്തൂർ കൊണ്ട് നമ്മൾ കോയമ്പത്തൂർക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു തിരിച്ചു വരവാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഐസൂസൊക്കെ കണ്ട് പിന്നെ വൈബ് സ്ഥലം ഒന്നും പറയല്ല. നമ്മളെ പഴയ പെരുക്കുമാറി വേറെ ഒന്നുമായിട്ട് ഞാൻ ഇവിടെ നാളെ കളിച്ചില്ല കട്ടെ. പിന്നെ എന്താക്കണേ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ നമ്മളെ പഴയ സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇതിൽ കൂടെ ഒക്കെ ഞങ്ങൾ എത്ര നടന്നിക്കണല്ലോ ചെറിയ രക്കന്മാരാകുമ്പോൾ. ഇപ്പോൾ കൊണ്ട് വലുതായി നമ്മളെ ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അതിനിട്ട് കൊടുക്കുന്ന ഫുഡ്സാണ്. ഫുഡ് കോർട്ട് എന്നും പറയും. ഇതാണ് ആ മെഷീന്. ഇതിൽ വൈക്കോല് ഉന്തി കൊടുക്കണ അനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു മെഷീൻ എന്നിട്ട് കട്ടാക്കുമ്പോൾ അടിച്ചനെ വന്നിട്ട് ഇതാ എക്സാമ്പിൾ കാണിച്ചുതരാം. കണ്ടോ, വെട്ടിയിട്ട് ഇതാ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഇതാ പുല്ലുകൾ ഇങ്ങനെ കിട്ടും. പിന്നെ അതിനെ പറ്റുന്ന വൈക്കോലൊക്കെ ഉണ്ട് ഇവിടെ. വൈക്കോല് ഫുൾ വൈബ് സ്ഥലം, ഒന്നും പറയില്ല. അങ്ങനെ വൈപ്പുറമ്പത്ത് പോകുന്ന വൈബാണ്. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരാളെ നമുക്ക് കാണാൻ കഴിയും തിരുമ്പ് കേട്ടോ. രാവിലെ തന്നെ വെച്ച് തിരുമ്പൽ അവിടെ നോക്കട്ടെ. ഞാൻ പോയി ചോദിച്ചോക്കാം എന്താ പറയാല്ലേ ചോദിച്ചോക്കാം. ലിബാ, എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയാനുള്ളത് വീഡിയോ കേട്ടോ. കണ്ട ഗൈസ്, ഭയങ്കര വലിയ തിരുമ്പലാണല്ലോ. എന്താ പറയാനുള്ളതെന്നോ? എന്തിനെ പറ്റി വെച്ചാൽ കംബാക്ക് തിരിച്ചു വരവിനെ കുറിച്ച്. അപ്പോൾ ഇവിടെയൊക്കെ മാറി ഒന്നും പറയാനില്ല. ഒക്കെ മാറി എന്നൊക്കെ പറയണേ. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, പിന്നെ വേണ്ടും കാര്യമില്ല ഗൈസ്. നിങ്ങൾ പറയുമ്പോൾ 2-3 ആഴ്ചയായി വീഡിയോ ഇട്ടിട്ട് ഈ പൊണ്ടാക്കാത്തി ഇങ്ങനത്തെ ഗൈസ്. 24 മണിക്കൂർ എൻ്റെ കഴിക്കുന്ന പണിയാണ്. ഞാൻ ഇതിനാണ് ഇപ്പോഴത്തെ പേരിട്ടോ. എന്താ ഞാൻ പേരാണ് റോക്ക്. കണ്ട റോക്കാണെങ്കിലും കാണ്ടാമൃഗത്തിൻ്റെ സ്വഭാവക്കാളും ഇംഗ്ലീഷ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പറ്റി സോപ്പ് എടുക്കാം. എന്താ നമുക്ക് അപ്പം സോപ്പ് എടുത്ത് കാണാം ഗൈസ്. ഉപ്സാലാക്കായി സോപ്പ് കിട്ടി നമുക്ക് സോപ്പ് കിട്ടി. ഇതിവിടെ എല്ലാ ആൾക്കാരാണ്. അത് നമുക്കാണ് ചെക്കന്മാരാണ്. സോറി കേട്ടോ, ഏട്ടന്മാരാണ്. നമുക്കറിയാത്ത ഏട്ടന്മാരൊന്നും ഇവിടെ ഇല്ല ഗൈസ്. അപ്പം സോപ്പ് കിട്ടി. സോപ്പ് ഇതല്ലേ? ഓക്കെ, ഇവിടെ തിരുമ്പട്ടെ. നമുക്കടുത്തേക്ക് പോവാം. ഇവിടെയുള്ള ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടുത്തി തരുമ്പോൾ ഇതാണ് നമ്മളെ അണ്ണൻ. ഹായ് പറയും. ഹായ് കണ്ടോ, ഇത് നമ്മളെ അണ്ണനാണ്. ഇവിടെ അണ്ണന്മാരാണ്. അവർക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മളെ അണ്ണൻ. യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടോ ഗൈസ്. ഇതാണ് നമ്മളെ അണ്ണന്. നമ്മുടെ പഴയടുക്കുന്ന അണ്ണനാണ്. പാവട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത സ്ഥലത്തൊക്കെ പോയി നോക്കാം. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്. അവിടെ ഭയങ്കര വലിയ ഓവറാക്കി കേട്ടോ. അപ്പോൾ അണ്ണൻ കൂടിയിട്ട് വന്നപ്പോൾ മെയിനാവുക ഗൈസ്. ഇതിൻ്റെ എത്ര ഓവറായി ലോകത്താർക്കല്ലോ ഗൈസ്. അയ്യോ മെയിനായിട്ട് ഇവിടെ തന്നെ ഓളെന്തായാലും നിശ്ചയം വിളിച്ചത് ഗൈസ്. ഇവിടെ അല്ലേ ഞങ്ങളെ ഓണറുണ്ടല്ലോ, ഇനി ഓളി പണ്ടേ നിശ്ചയെന്ന് വിളിച്ചാൽ ഇവിടെ അങ്ങനെ വിളിച്ചാൽ അത് കണ്ട് കുഴപ്പമില്ല. ഞാൻ ഒക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ പ്രേക്ഷകർക്ക്. ഇജടെ കൂടെ കഴിഞ്ഞ് വർത്താൻ പറഞ്ഞാലോ ഒരു കള്ള ബിലീസ് മാറവിടെ. നമുക്കെന്തായാലും അടുത്ത വീഡിയോ കാണിച്ചാൽ പറയാം. സീരിയസ് ഒന്നും പറ്റില്ല. ഇതൊക്കെ നോക്കാം. ഫുള്ള് വാഴ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ എന്തുണ്ടോ ഞാൻ അങ്ങോട്ടും ഉണ്ട്, നിറയെ അങ്ങോട്ടും ഉണ്ട്. അത് നമുക്ക് എന്തായാലും ഒറ്റയടിക്ക് എടുക്കാൽ ആകെ ബോറാകും. ഇതിപ്പോൾ ഞങ്ങൾ ഇടുന്നതിൻ്റെ ഒരു സൂചന തരാൻ വേണ്ടി ഇങ്ങനെ എടുത്തു പോകും. അതിനോട് 2-3 കാണിച്ചു തന്നുള്ളൂ. എന്തായാലും അടുത്തങ്ങൾ കാണിച്ചു തരണം. അടുത്ത വീട്ടിൽ അടിപൊളിയായിട്ട് വരുന്നതാണ് ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ പഴയ കാലത്തെ ഒരു സാധനമുണ്ട് ഗൈസ്, കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴും ചില ആൾക്കാരുടെ പെരയിലൊക്കെ ഉണ്ടാകും. ഞാൻ കാണിച്ചു. കുഴിശി ഈ പഴങ്ങളുണ്ട്, കടപ്പാഴയുണ്ട് ഗൈസ്. പഴങ്ങളൊക്കെ ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്.
അസം ഇതിനെന്താ പറയുക? അയ്യോ എനിക്ക് ഓർമ്മട്ടില്ല. നീനോ ഇതിനെന്താ പറയാ? ദിനി ഇതാ ഇത് പൂവാണെന്ന് എനിക്കറിയാം. എന്തിൻ്റെ പൂ? ആ പഴത്തിൻ്റെ പൂവ് അല്ലേ ഗൈസ്? വാഴപ്പൂവ്. യെസ്, വാഴപ്പൂവ്. ഇത് ചുപ്പേരിയൊക്കെ ഉണ്ടാക്കാം. അടിപൊളിയാട്ടോ ഗൈസ്, അടിപൊളി. പഴമൊന്നും പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്തുകളെ നമുക്ക് രണ്ടെണ്ണം തട്ടായിരുന്നു. അത് മീൻസ് അങ്ങനെ കേട്ടോ, ചോദിച്ചിട്ട് കഴിക്കായിരുന്നു. എന്താ രസം നോക്കാം ഗൈസ്, എന്താ രസം, എന്ത് രസം. ആ ഇതാണ് കേട്ടോ നമ്മളെ നാട്ടിൽ തോന്നുന്നല്ല. ഇവിടെ വൈബ ഗൈസ്, ബോയ് ബോയ്. ഇവിടെ കണ്ടോ എന്താ പറയുക, ഇങ്ങനെ കരിമ്പും തോട്ടമാണ് തോന്നുന്നത്. കരിമ്പാണോ എന്താണോ? അല്ലല്ല, കരിമ്പല്ല. ഇത് ഒരു നമ്മൾക്ക് പറഞ്ഞാൽ നിങ്ങൾ കമ്പക്കൊലയാണ്. കമ്പക്കൊല കപ്പള ഗൈസ് ഓർമ്മയില്ല. കമ്പക്കൊല അല്ലേ? കമ്പക്കൊല ബെയ്ബ്. കമ്പക്കൊലൻ്റെ അവിടെ നോക്കൂ ഗൈസ്, നോക്കൂ 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 എന്താണ് പോകണത്. എന്തോ പോട്ടെ, ഒക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ കണ്ടോ ഇതാണ് പോലെ നമുക്ക് വേണ്ട ഇറങ്ങല്ലേ നമ്മൾക്ക്. ഉപ്സ് വൈബ് വൈബാണ് കേട്ടോ. ഫുള്ള് പഴങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നടക്കട്ടേക്ക് ഗായ്സ്. ഇതെന്താന്ന് സത്യം പറയാലോ, നിങ്ങളെ മുമ്പിൽ ഓവറാക്കാൻ മാത്രം ഞാൻ പറഞ്ഞതാ. എനിക്കിതെന്താന്ന് ശരിക്കും അറിയില്ല. അറിയണമൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യും. എനിക്കറിയോ ഒരു ചലഞ്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെ 3 ക്വസ്റ്റ്യൻ, അതിനൊക്കെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ലേസ് അടിച്ചു തരും. ഓക്കെ അല്ലേ? ഓക്കെ, ഡീലാട്ടോ, ഡീൽ ഡീൽ. ഓക്കെ ഓക്കെ. എന്താ ആദ്യം ചോദിച്ച ഗൈസ്, ഞാൻ മറന്നു. ഉപ്സ്, ഈ സ്ഥലത്ത് എന്തോന്ന് മിസ്സിങ് ആണ്. ഈ സ്ഥലത്ത് എന്താ ഗൈസ് കണ്ടോളൂ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടും. അവർക്ക് ഇതാണ് ഇപ്പോൾ വെച്ചത്. മിസ്സിങ് ആണ്. പറ, ഒറ്റ ചാൻസ് ഉള്ളൂ. പിന്നെ ലൈസൂല ഒയ്സൂല കൊപ്പിത്തോളില്ല. നോക്കട്ടെ. മാറ് ഗൈസ്, വിശാലമായ സ്ഥലമാണ്. ഇവിടെ എന്താ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ സീരിയസ്ലി പറ. മുല്ലപ്പൂവിൻ്റെ മരം. യെസ്, ഇതില്ല കൊണ്ട് എന്നിട്ട് ഇപ്പോൾ ഈ പൊട്ടത്തിൽ ഇത്രയും നേരം തപ്പിയത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോണും കൂടെ തെറിപ്പിക്കുക ഗൈസ്. എൻ്റെ അടുത്തിൽ ദേഷ്യം തീർക്കാൻ തോന്നുന്നുണ്ട്. സെക്കൻഡ് ഗൈസ്, ഇതെന്താ ഇങ്ങനെ നിർത്തുമേ പറയട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യം അവിടെ എന്തായിരുന്നു? അവിടെ ഉപ്സ് അലക്കാവുന്നാട്ടിൽ ഗൈസ് തെറ്റിട്ടോ, ഇനി ഒന്നുമില്ല. അല്ല ഗൈസ്, ഞാൻ ചോദിച്ചാൽ എന്താ അറിയാം, ആ പുഴ ആദ്യം എന്തിനു പുഴ അതുകൂടി പറയാനുള്ള ബുദ്ധിമുട്ടില്ലേ? ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ ഓരോ പൊട്ടത്തെറിച്ചോതൊക്കെ ചോദിച്ചു, അതിനൊക്കെ ആൻസർ ഇജ്ജല്ലേ പറയണ്ടത്. എന്താ ഗൈസ്, അതൊക്കെ വെറുതെ പറയാം ഗൈസ്. പിന്നെ കടയിൽ നിന്നല്ല പിന്നെ പെരയിൽ എടുക്കാൻ പറ്റുമോ? ഏതാ ഗൈസാ വന്നു? കുറച്ച് ക്ലിയർ കൂട്ടാം. ഞാൻ ഇവിടെ തന്നെ പറയുമ്പോൾ തിരിഞ്ഞ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തൊക്കെ പോകാം. ഒരൊക്കെ ചോദിച്ചാണ് അപ്പോഴത്തെ നീ തോക്കരിയാന്ന്. അപ്പോളേ ആ മോന്തം നോക്കട്ടെ. ും മുറാക്കീള് അവിലൂസോ മോന്തയിൽ പഞ്ചസാര പോതി. ഏത് പക്കത്തി ഇതോ? ഞാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവന്താ ഇങ്ങനെ നീട്ടി വലിച്ചോണ്ടിരുന്നത്. ഈ പന്നി നീ കിടക്ക് ഇങ്ങനെ പണിയേരിയാണേ. നീ ഒന്നും ചെയ്ത് കൊടുക്കൂല ഗൈസ്. നമുക്ക് വേഗം പോവാം, വേഗം പോവാം. ഇവിടെ ഒരു അക്ക ഉണ്ട് കേട്ടോ, നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അക്ക ഹായ് പറയും. ഹായ് കണ്ടോ അക്ക ഉണ്ട് ഇവിടെ, കണ്ടോ അക്ക ഉണ്ട്. പിന്നെ അത് ഭയങ്കര ഒരു ഓവറല്ല കേട്ടോ, ഓളൊന്നും പറഞ്ഞിട്ട് കാര്യം. കണ്ടോ മെയിനാകെ ഗൈസ്, മെയിനാകെ അങ്ങോട്ട് ഓവറായിട്ട് എല്ലാ ദിവസവും വെച്ചിട്ട് തിരുമ്പൽ ഇപ്പോൾ ഭയങ്കര മെയിനാകലാണ്. ഫുള്ള് പോയി തിരുമ്പാല പണി അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ടോ? ഞാൻ പുതിയ നടക്കാം. ഇതെന്താ മനസ്സിലായി? കണ്ടോ പെട്ടെന്നുണ്ടാ കുരിശാന്ന് തോന്നും, പക്ഷെ കുരിശല്ല ഗൈസ്. ആദ്യത്തെ ഞങ്ങളെ കെട്ടിയിട്ടാണുള്ള കുരിശാണ്. ഐ മീൻസ് അങ്ങനെ കേട്ടോ, ആയിട്ട് ഞങ്ങൾ കെട്ടി.
ആകെ 2 ഉള്ളൂ. ആദ്യം ഇഷ്ടം പോലെ പശുക്കൾ ഇഷ്ടം പോലെ, മനസ്സിലായോ? പിന്നെ ഞങ്ങളെ പണ്ട് മീൻസ് പണ്ട് കളിച്ചിരുന്ന സ്ഥലമാണിത്. സോറി ഗൈസ്, ഇത്രയും നേരം ഗ്ലാറുണ്ടായില്ല. അത് ഭയങ്കര തള്ള ഓവറാട്ടോ. തള്ള മീൻസ് എൻ്റെ അനിയത്തി. ഇതിൽ കൂടെ ഞങ്ങൾ പണ്ട് കളിച്ചിരുന്നു കേട്ടോ. അവിടെ ഉണ്ട് ഒരു കുരിശ്. അതുകൊണ്ട് അടിപൊളി അല്ലേ. ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടി കളിച്ചു. പഴയ ഊഞ്ഞാല ഇത് ഇപ്പോഴും ഉണ്ടോ? ഇതിലിപ്പോൾ പശുക്കൾ കെട്ടിട്ട് വയ്ക്കാറുണ്ട്. അത് ഞങ്ങൾ കെട്ടിയ ഊഞ്ഞാലാണ് ഗൈസ്. എന്താ കാലം പോയ പോക്ക്. പിന്നെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്കൊരു സംഭവം കാണാം. ഇപ്പം നമ്മൾ വന്നിക്കണ എവിടെയെന്നില്ല എല്ലാവർക്കും അറിയാലോ. എൻ്റെ ഉപ്പാൻ്റെ കടൻ്റെ ആ ഭാഗത്തൊക്കെ വന്നിക്കണത്. കട എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ കട ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ്. കഴിഞ്ഞല്ല 2021 21 ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ എടുത്ത് കണ്ടാൽ നമുക്കറിയാം ഗൈസ്. ഊപ്സ്, എന്താ രസം. ഫുള്ള് അവിടെ ഒരു സാധനത്തിന് കാണിച്ചുതരാം. നോക്കുവിൻ, താറാവ്. അവിടെ നമുക്ക് റോഡ് കണ്ടോ? ആ ബൈക്കൊക്കെ പോയ റോഡ്. നമുക്ക് ആ റോഡിന് നേരെ അവിടെ ആ ഭാഗത്ത് പുല്ലിലെ കൊണ്ട് കാണാം. അതിൻ്റെ അപ്പുറത്ത് ഡാഡീൻ്റെ കടയാണ്. ഡാഡി മീൻസ് എൻ്റെ ഫാദറിൻ്റെ കട. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? നമ്മളിവിടെ വീടെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഉമ്മച്ചാണ് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ കഥ? എന്താ നമ്മൾ ഓണാ പറയാ. നിൻ്റെ വീട് കാണിച്ചായിരുന്നോ? നമുക്ക് കാണല്ലേ? കമോ, നമുക്ക് റൂം കാണാം. എനിവേ റൂം കണ്ടിട്ടില്ല, എനിക്ക് ആകെ പണി കാരണം നമ്മളെ ആൾക്കാരെ കൊണ്ട് റൂം കാണണം. ഇവിടെ ആൾക്കാർക്ക് നമ്മളിങ്ങനെ വീടെടുക്കുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ. ആൾക്കാരും കൊണ്ട് നമ്മൾ വീടെടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ല. എന്നുവെച്ചാൽ അവിടെ അഗ്രികൾച്ചർ നെഹി ബാധാച്ചി ഈ റോക്ക് കണ്ടിട്ട് ഇതിനെ കണ്ടു. റോക്ക് നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. റോക്കാണില്ല. റോക്കാണെങ്കിൽ പിന്നെ നമ്മളെ ഓണേഴ്സ് ഉണ്ടാവില്ല. ഞാൻ കാണിച്ചത് കണ്ടോ? ഇതാണ് നമ്മളെ ഓണേഴ്സ് ഇട്ടോ. കണ്ടോ? ഇത് താമരക്ക ബൈക്ക് കാർ കൊഞ്ചൊക്കെ നോക്കി. എൻ്റെ ചോദിച്ചാണ് ഗൈസ്, ഞാൻ വണ്ടി കൊട്ടുവന്ന് എന്താ ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ഓണേഴ്സ് ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ ഒക്കെ സെറ്റാക്കി തന്നത് പോലാക്കും. നമുക്ക് എന്താ പോയി എല്ലാ റൂംസൊക്കെ എടുത്തുകൊണ്ട് പോകാം. അടിപൊളി വൈബാണ്. ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച ഇവിടെയാണ് ഓരോ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ്. എന്താ നമുക്ക് റൂം കാട്ടും. റൂമ് എവിടെ വെച്ചാൽ ഇങ്ങനെ കാണിച്ചു. ഇവിടെ അങ്ങനെ ഇല്ല. പഴയ വീഡിയോ എടുത്ത് നോക്കി നമുക്കറിയാം. അപ്പോൾ ഫുള്ള് ടൈലൊക്കെ ഇട്ട് അടിപൊളിയാണ്. നമ്മളെ റൂമേ പാലേ ആവശ്യത്തെ ആണ് നമ്മളെ റൂമ്. എനിവേ പറഞ്ഞ പോലെ ഇത്രയും നീട്ടി നമുക്ക് പോകണ്ട. അടുത്ത് കൂടിയിട്ട് എന്തായാലും ടോപ്പിക്ക് എന്തായാലും വരും. അപ്പോൾ ബൈ.